ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അരുൺ ദേവുവിനോടായിട്ടൊരു കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അത് നമ്മളെ കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ അരുൺ ഇതേ കാര്യം രേവതിയോട് പറയണം എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദേവു രേവതിയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട്. ചേച്ചി, അരുണേട്ടനെ ചേച്ചിയെ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്നെ കാണണം എന്നോ? എന്തിന്? അറിയില്ല ചേച്ചി, എന്തോ അത്യാവശ്യ കാര്യം ചേച്ചിയോട് പറയാനുണ്ടെന്നാ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 3 പേരും കൂടി ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യുവാണ്. ഹോട്ടലിൽ വെച്ച് നമ്മുടെ അരുൺ രേവതിയോടായിട്ട് പറയുന്നുണ്ട്, ചേച്ചി സ്ഥിതി വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മ എനിക്ക് വേറൊരു പെണ്ണിനെ കൊണ്ട് തന്നെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ തീരുമാനമായിട്ട് മുമ്പോട്ട് പോവാണ്. അവിടെയാണെങ്കിലോ സച്ചിയും ദേവുവിനെ വേറൊരു പയ്യനെ കൊണ്ട് കെട്ടിക്കാനുള്ള പുറപ്പാടിലാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരെയും നഷ്ടപ്പെടും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമല്ല ദേവുവിനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു എന്ന് അരുൺ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, എന്ത് തീരുമാനം എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതിക്ക് അത് ഭയങ്കര ഷോക്കാവുകയാണ്. രേവതി പറയുന്നുണ്ട്, ഇത്രയും വലിയ കാര്യം എന്ത് സിമ്പിളായിട്ട് അരുൺ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മുമ്പിൽ വേറൊരു വഴിയില്ല, ഇതേയുള്ളൂ ഒരു വഴി. ഞാൻ എന്തായാലും ദേവുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചു. അവൾക്കും അത് സമ്മതമാണെന്ന് പറയുമ്പോഴേക്കും രേവതി ദേവുവിനെ ഇങ്ങനെ നോക്കുവാണേ. ദേവു, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി അരുണേട്ടനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കണം. ചേച്ചി ആലോചിച്ചിട്ട് എന്ത് തീരുമാനമാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ പറയണം എന്ന് പറയുമ്പോഴേക്കും രേവതി ഇങ്ങനെ ആലോചിക്കുവാണ്. കുറേ നേരം ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അരുൺ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അല്ല, ഞാൻ ദേവുവിൻ്റെ ചേച്ചി മാത്രമല്ല അമ്മയും കൂടിയാണ്. അവൾക്ക് അച്ഛനില്ല. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടത്തി കൊടുക്കും എന്നൊരു വിചാരം ദേവുവിൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. എന്നാ തീരുമാനം കടന്നുകൂടിയോ അപ്പോൾ തന്നെ ഈ വിവാഹം നടത്തി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അരുൺ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേച്ചി ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഞാൻ എൻ്റെ സച്ചേട്ടനെ എതിർത്ത് ഒരു തീരുമാനം പോലും എടുത്തിട്ടില്ല. സച്ചേട്ടനെ മറച്ചു വെച്ച് ഒരു രഹസ്യവും എൻ്റെ ഉള്ളിലില്ല എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ചേച്ചി ഇത് എതിർത്തൊരു തീരുമാനം എടുക്കുന്നത് പോലെയൊന്നും അല്ല. നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ആരോടും പറയണ്ട. സമയമാവുമ്പോൾ എല്ലാവരെയും നമുക്ക് അറിയിക്കാം. ഇത് ഞങ്ങളുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. ആരും അറിയില്ല ഈ വിവാഹത്തിൻ്റെ കാര്യം. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവു പഴയതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലായിരിക്കും നിൽക്കുന്നത്. ഞാനും അതുപോലെ തന്നെ. പക്ഷേ നമുക്ക് രണ്ടുപേരെയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. ചേച്ചി ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാനിപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ദേവുവിൻ്റെ ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നും മാത്രമല്ല, ദേവുവിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തു കൂടിയും അമ്മയുടെ സ്ഥാനത്തു നിന്നും കൂടിയുള്ള ഒരു തീരുമാനമാണ് ഞാനിപ്പോൾ എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്ത് പറയണമെന്നും അറിയത്തില്ല. ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും അരുൺ മതി എന്ന് പറയുവാണേ. അങ്ങനെ രേവതി എന്ത് ചെയ്യണമെന്ന് ആകെ ടെൻഷനിലാണ്. കാരണം ദേവുവിൻ്റെ സങ്കടമാണെങ്കിൽ രേവതിക്ക് കാണാനും വയ്യ, പക്ഷെ സച്ചേട്ടനെ എതിർത്തൊരു കാര്യം ചെയ്യാനും വയ്യ. അങ്ങനെ ദേവുവിനെയും കൂട്ടി രേവതി അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിൽ പോയിട്ട് നല്ലോണം പ്രാർത്ഥിച്ച ശേഷം രേവതി 2 ചീട്ടിലായിട്ട് എഴുതി നോക്കുന്നുണ്ട്. അതായത് നറുക്കിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ഒരെണ്ണത്തിൽ ഈ കല്യാണം നടക്കാൻ പാടില്ല, മറ്റൊരു ചീട്ടിൽ ഈ കല്യാണം നടത്താം എന്നുള്ള 2 തീരുമാനങ്ങൾ. എന്നിട്ട് രണ്ടും നല്ലതുപോലെ പ്രാർത്ഥിച്ച് കുലുക്കി താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് ദേവുവിനോട് ഒരെണ്ണം എടുക്കാൻ പറയുവാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ദേവു ഒരെണ്ണം എടുക്കുവാണ്, ഒരു ചീട്ട് എടുക്കുവാണ്. അത് തുറന്ന് നോക്കുമ്പോഴേക്കും ഈ രജിസ്റ്റർ മാരേജ് നടത്താം എന്നുള്ളതാണ് കാണുന്നത്. അത് കാണുമ്പോഴേക്കും ദേവുവിന് ഭയങ്കര സന്തോഷമാവാണ്. രേവതിയെ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ദൈവം തന്നെ ഇത് നടത്താമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ ഞാനായിട്ട് എന്തിന് എതിർത്ത് നിൽക്കണം? എനിക്കും സമ്മതമാണ്. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുവാണ്. എല്ലാ ചടങ്ങുകളും എന്തൊക്കെയാണ് രീതികൾ അതൊക്കെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയാക്കിയിട്ട് എന്നെ അറിയിക്കും, ഞാൻ വരാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ദേവു ഈ വിവരം ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ അരുണിനെ വിളിച്ച് പറയുന്നുണ്ട്, അരുണേട്ടാ ചേച്ചി നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു എന്നൊക്കെ പറയുമ്പോഴേക്കും അരുണും ഭയങ്കര സന്തോഷവുമാണ്. അങ്ങനെ പോകുമ്പോഴേക്കും രേവതി അരുണിനെ വിളിച്ചിട്ട് കാണണം എന്ന് പറയുവാണ്. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുവേ. അപ്പോഴേക്കും അരുൺ രേവതിയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അരുൺ ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഈ കല്യാണത്തിന് സമ്മതിച്ചത് കൊണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നോടുള്ള മനോഭാവമൊന്നും മാറാൻ പോകുന്നില്ല. എനിക്കെൻ്റെ സച്ചിയേട്ടനെ ചതിക്കുകയാണെന്നുള്ളൊരു കുറ്റബോധമാണ് ഓരോ നിമിഷവും എന്നൊക്കെ പറഞ്ഞ് രേവതി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. എൻ്റെ ദേവുവിന് നല്ലത് വരാൻ വേണ്ടി മാത്രമേ സച്ചിയേട്ടൻ മനസ്സിൽ കരുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവൾക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യാൻ സച്ചിയേട്ടൻ അനുവദിക്കില്ല. ആ സച്ചിയേട്ടനെ എതിർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിയെ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിപ്പിക്കരുത്. അവളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. സമയ സന്ദർഭം ഒത്തു വരുമ്പോൾ നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ട്.
അരുൺ ഒന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ട് നിൽക്കുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, ദേവു എന്ന് പറഞ്ഞാൽ എനിക്കും ജീവനാ, അവളെ ഞാൻ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും, ഒരു വിഷമം പോലും അവളെ അറിയിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. പിന്നെ വീട്ടിലോട്ട് തിരിച്ചെത്തിയ രേവതിയുടെ മനസ്സിൽ ഓരോ നിമിഷവും കുറ്റബോധമാണ്. സച്ചിനെ കാണുമ്പോഴേക്ക് രേവതിയുടെ കണ്ണ് നിറയുവാണ്. കാരണം സച്ചിയേട്ടൻ അറിയാതെ ഒരു കാര്യം താൻ ചെയ്യാൻ പോവാണ്. സച്ചിയാണെങ്കിലോ ദേവുവിന് വേണ്ടി ഓരോ പയ്യനെ നോക്കി നടക്കുന്ന തിരക്കിലും നല്ല നല്ല ആലോചനകളും നല്ല നല്ല പയ്യന്മാരുടെയും ആലോചനകൾ കൊണ്ടുവരുന്ന തിരക്കിലാണ് സച്ചി. ഇതൊക്കെ കാണുമ്പോൾ രേവതിയുടെ ഉള്ളിലെ ടെൻഷൻ കൂടുവാണ്. അങ്ങനെ അരുൺ എല്ലാം രജിസ്റ്റർ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഡേറ്റും എല്ലാം തീരുമാനിച്ചതിന് ശേഷം ദേവുവിനോടും രേവതിയോടും വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ രജിസ്റ്റർ ഓഫീസിലോട്ട് ചെന്നു, ഞാൻ പൂ വെക്കാൻ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോളാം എന്ന് പറയുവാണ്. ദേവും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാനാണെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ആ ദിവസം ഇറങ്ങുവാണ്. അങ്ങനെ ആ രജിസ്റ്റർ മാരേജ് ദിവസം വന്നെത്തുവാണ്. എല്ലാവരുടെയും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. ദേവു നല്ല സാരിയൊക്കെ എടുത്തിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുവാണ്. ആർക്കും ഒരു സംശയവും തോന്നുന്നില്ല. അമ്മയെ കെട്ടിപ്പിടിച്ചൊക്കെ പോകുവാണ്. അപ്പോൾ ലക്ഷ്മിയുടെ വിചാരം ഉള്ളിലുള്ള കുറ്റബോധം കൊണ്ട് കെട്ടിപ്പിടിക്കുവാണ്. തൻ്റെ തെറ്റൊക്കെ, അതായത് സച്ചിയുടെ സ്നേഹം മനസ്സിലാക്കിയ ദേവു പിന്തിരിഞ്ഞു എന്നുള്ളൊരു വിചാരമാണ് ലക്ഷ്മിയുടെ മനസ്സിൽ. അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ദേവു വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട്. രേവതിയും അതുപോലെ തന്നെ, സച്ചിയേട്ടാ എനിക്കിന്ന് രാവിലെ പോകണം, പൂ 2-3 സ്ഥലത്ത് കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയും അവിടെ നിന്ന് ഇറങ്ങുവാണ്. രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുവാണ്, കാരണം സച്ചിയെ ചതിക്കുവാണല്ലോ. അങ്ങനെ 3 പേരും കൂടി രജിസ്റ്റർ ഓഫീസിൽ എത്തുവാണ്. അരുണാണെങ്കിൽ നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് സുന്ദരനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ഓഫീസറുടെ മുമ്പിൽ വെച്ച് അരുണും ദേവുവും കൂടി വിവാഹം കഴിക്കുവാണ്. രജിസ്റ്ററൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും രേവതി അവരെ അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേവു മോളെ, നിൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും ഉണ്ടാകട്ടെ, ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സച്ചിയേട്ടൻ ഓരോ നിമിഷവും പ്രയത്നിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നെങ്ങാനും സച്ചിയേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് താങ്ങാൻ കഴിയില്ല. പിന്നെ എന്തൊക്കെയാവും എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയുമില്ല. ഇത് ആരും അറിയാതെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്കും അരുൺ പറയുന്നുണ്ട്, ചേച്ചി വിഷമിക്കണ്ട, ഇതാരും അറിയാനൊന്നും പോകുന്നില്ല, ഞങ്ങളായിട്ട് ആരോടും പറയാനും പോകുന്നില്ല. ചേച്ചിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണം, ഞങ്ങൾക്കിപ്പോൾ ചേച്ചി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. രേവതി അവരെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ ഒരുമിച്ച് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നൊക്കെയുണ്ട്. രേവതിയുടെ ഫോണിൽ ഈ ഫോട്ടോസൊക്കെ ഉണ്ട്. സച്ചി അതെങ്ങാനും ഫോൺ എടുത്ത് കാണുമോ എന്നുള്ളൊരു പേടിയുണ്ട് രേവതിക്ക്. ഇതേ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതായത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ വിവരങ്ങളൊക്കെ സച്ചി മനസ്സിലാക്കുന്നുണ്ട്. അതേ തുടർന്ന് രേവതിയോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നൊക്കെയുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനിയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.